സൗദിയിൽ സമയം 8:48. കുറച്ചും കൂടി കഴിഞ്ഞാൽ നമുക്ക് നൈറ്റ് ഡ്യൂട്ടിക്ക് പോകാറാവും. അതിനു മുന്നേ നമുക്ക് എമാദാഷി ഉണ്ടാക്കാം. കുറച്ച് നാൾ മുൻപ് ദീപിക പദുക്കോണിൻ്റെ ഫേവറേറ്റ് ഡിഷാന്ന് പറഞ്ഞിട്ട് ട്രെൻഡിങ് ആയിരുന്നൊരു സംഭവമായിരുന്നു എമാദാഷി. ഇപ്പം അതിൻ്റെ എഗ് വേർഷൻ ഇറങ്ങിയിട്ടുണ്ട്. എന്നാൽ പിന്നെ അതൊന്ന് ട്രൈ ചെയ്തേക്കാം. ആദ്യം ഒരു പാൻ വയ്ക്കുക. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതേപോലെ പച്ചമുളകും സവാളയും വെളുത്തുള്ളി ഇട്ട് നന്നായിട്ട് സോട്ട് ചെയ്യുക. എമാദാഷി മുൻപുണ്ടാക്കിയ സമയത്ത് കുഴപ്പമില്ലാത്ത ടേസ്റ്റും അതുപോലെ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സംഭവമായിരുന്നു. അതുകൊണ്ടാണ് ഈ പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചത്. അങ്ങനെ എല്ലാം കൂടെ ഒന്ന് വഴണ്ടി വരുന്ന സമയത്ത് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. ആ വെള്ളം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് ആവശ്യത്തിന് ചീസ് ഇടുക. അതെല്ലാം അവരവരുടെ ഇഷ്ടത്തിന് ഇട്ടോ. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് അത് മിക്സ് ചെയ്ത് ഒരു ക്രീമി ടെക്സ്ചറിലേക്ക് സെറ്റ് ചെയ്യുക. അതൊന്ന് ക്രീമി ടെക്സ്ചറിലേക്ക് വന്നതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതാണ് നമ്മുടെ ശരിക്കുള്ള എമാദാഷി. ഇനി ഇതിൻ്റെ എഗ് വേർഷൻ പ്രത്യേകിച്ചൊന്നുമില്ല, മുട്ട പൊട്ടിച്ചൊഴിക്കുക. ശരിക്കും ചെയ്യേണ്ടത് വേറൊരു പാനിൽ ബുൾസൈ പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ട് അതാണ് ഇതിലേക്ക് മിക്സ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്താൽ ഞാൻ ഒരു പാത്രം കൂടി എക്സ്ട്രാ കഴുകേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് തന്നെ ഡയറക്റ്റ് മുട്ട പൊട്ടിച്ചൊഴിച്ചു. ഇനി പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട, മുട്ട വേവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അങ്ങനെ മുട്ട സെറ്റായി കഴിയുമ്പോൾ അതിൽ നിന്ന് കുറച്ചങ്ങോട്ട് എടുത്തിട്ട് ചോറും കൂട്ടി അങ്ങോട്ട് കഴിക്കുക. വൺ ടൈമൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്നൊരു സംഭവമാണ്. അപ്പോൾ അത്രയാണോ? ശരി കേട്ടാ.